ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യും മുമ്പ് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കും മുൻപ് തന്നെ ഈ ഹണി റോസ് നൽകിയ പരാതിയിൽ 30ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പറയാനിരുന്നത്? ഈ കേസിന്റെ ഒരു ഭാവി എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? മിഥുൻ അതെ മിഥുൻ. അതെ സ്മൃതി, ഞാനിവിടെ പല കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇതിൽ ഒബ്ലിഗേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. സ്മൃതി, വി ആർ ഓൾ സോഷ്യൽ ബീങ്സ്. നമുക്കൊരു സോഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട്. ഇവിടെ സ്മൃതിക്ക് എത്ര മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടോ, ഇവിടെ ശ്രീമതി മാല പാർവതിക്ക് എത്ര മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടോ, ഇവിടെ ശ്രീ കെ എം ആന്റണിക്ക് എത്ര മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടോ, ഇവിടെ ശ്രീമതി ചിന്താ ചെറുമിന് എത്ര മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടോ, എനിക്ക് എത്ര മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടോ, അത്ര തന്നെ മോറൽ ഒബ്ലിഗേഷൻ ഈ നടിക്കുമുണ്ട് എന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ച ഒരു കാര്യം. പക്ഷേ അതിനൊക്കെ കൂടെ വളച്ചൊടിച്ച് എന്തോ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ഇവിടെ ചിന്താ ചെറും പറഞ്ഞത്. അത് അവരുടെ ഒരു നിലപാടായിട്ട് ഞാൻ അതിനെ സ്വീകരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇവിടെ നോക്കൂ, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്സ് അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല പറഞ്ഞത്. അത് മനസ്സിലാക്കാത്തവരൊന്നും അല്ല ഈ ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ പ്രൊമോട്ട് ചെയ്യുക, അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇവിടെ ഈ പറയുന്ന നടി പാർഷ്യലി ചെയ്തിട്ടുള്ള ഒരു തെറ്റ്. അത് തെറ്റല്ല എന്ന് ന്യായീകരിക്കുന്നതിൽ എനിക്കൊരു അർത്ഥം ഞാൻ കാണുന്നില്ല. പിന്നെ ഇവിടെ CPM-ന്റെ മികവിനെ കുറിച്ചൊക്കെ ഇവിടെ ശ്രീമതി ചിന്താ ചെറും സംസാരിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ വിഷയത്തിലും അങ്ങനെയുള്ള മികവ് കാണിക്കണം. അതിപ്പോ വാളയാർ പെൺകുട്ടികളുടെ വിഷയമാണെങ്കിലും, അല്ലെങ്കിൽ ഈ ബാത്റൂമിൽ ഒളിക്യാമറ വെക്കുന്ന സഖാക്കളുടെ വിഷയമാണെങ്കിലും, അല്ല എങ്കിൽ ഭഗവത് സിംഗിനെ പോലെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഏരിയ കമ്മിറ്റി മെമ്പർമാരുടെ വിഷയമാണെങ്കിലും ഒക്കെ തന്നെ അതിൽ അതുപോലെ രാഷ്ട്രീയ പാർട്ടികളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മിഥുൻ നമ്മൾ ബുദ്ധിമുട്ടി പോകും. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും അത്തരക്കാരുണ്ട്, അത്തരം കേസുകളുണ്ട്. ആ ചർച്ച നമുക്ക് വേറൊരു ഘട്ടത്തിൽ നടത്താമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഈ വിഷയത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നു, സർക്കാർ എത്രത്തോളം ഈ കാര്യത്തിൽ നമുക്ക് ഈ ചർച്ച ഇങ്ങനെ അവസാനിപ്പിക്കരുത്. ഇവിടെ നമ്മൾ പറയുന്നത് ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്, ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല സ്മൃതി, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. വീണ്ടും പണിയെ മഴയത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട് എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിന്റെ എക്സ്റ്റൻഷൻ ആണ് മിഥുൻ ഇവിടെ പറയുന്നത്. ദൗർഭാഗ്യകരമാണ് മിഥുൻ. അതിന് മിഥുൻ വേറൊരു തരത്തിൽ CPM-നെയും ഇടതുപക്ഷത്തെയും ചൊറിയാൻ ശ്രമിക്കുന്നു, വല്ലാതെ പൊള്ളുന്നു. അത് ശരിയല്ല, അത് ശരിയല്ല. ഈ ഘട്ടത്തിൽ അനാവശ്യമായിട്ടുള്ള മറ്റു പല വിഷയങ്ങളും വളച്ചു കൊണ്ടുവന്ന് താങ്കളാണ് ഇവിടെ അനാവശ്യമായി രാഷ്ട്രീയം പറഞ്ഞത്. ഒരു സോഷ്യൽ ഇഷ്യൂവിന്റെ അതിനെ പൊളിറ്റിക്കലായി പ്രത്യേകിച്ചും CPM വിരുദ്ധത പറയാൻ ശ്രമിച്ചത് ഒരു പ്രൊഫഷണലിന് പലതരത്തിലുള്ള ആളുകളുമായി ഇടപെടേണ്ടി വരും അല്ലേ മിഥുൻ? ഒരു പ്രൊഫഷണലിന് പല തരത്തിലുള്ള ആളുകളുമായി ഇടപെടേണ്ടി വരും. അവരെ നിലയ്ക്ക് നിർത്തുന്ന രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതാണിപ്പോൾ ഹണി റോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ ഈ ചിന്താ ചെറുമിനെ ക്ഷണിച്ച് അവർ പോകുമോ ഇല്ലയോ? അത് ഈ നടിയുടെ വിഷയം കൊണ്ടാണ് അവർ. ഇതിനു മുമ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ബോബി ചെമ്മണ്ണൂർ ക്ഷണിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എത്രയോ പേർ വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ആദരിക്കുന്ന ഫുട്ബോൾ താരം വന്നിട്ടില്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു കൂട്ടരെ ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഇത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് പറയുന്നത് അല്ലല്ല. ഇവിടുത്തെ സ്ത്രീകളുടെ മോറൽ ഒബ്ലിഗേഷൻ അല്ല ഇതിൽ നോക്കേണ്ടത്. ഇത്തരം അധമന്മാർക്ക് സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക. ഇങ്ങനെ പൊതുപരിപാടികളിലെ ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റായി, അതിഥിയായി ഇങ്ങനെയുള്ള ആളുകൾ വരണമോ എന്നുള്ളത് ബാക്കിയുള്ളവർ ആലോചിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അല്ലാതെ ഇവിടെ എല്ലാ സ്ത്രീകളും ഇവിടെ ഓരോരുത്തരുടെയും ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അയാൾ നല്ലതാണോ ചീത്തയാണോ നോക്കി ഒരു ദിവസം മുഴുവൻ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് പൊതുപരിപാടിയാണ്, പൊതുസമൂഹത്തിന് മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പച്ചയായി വിളിച്ചു പറഞ്ഞതാണ്, ഇയാൾ അകത്ത് കടക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.